Hello, this is Sonu Ben with my little Benny. She is my Clumpatty. Okay, ഇന്ന് നമ്മുടെ ലോ ഗ്ലിസമിക് ഡയറ്റിന്റെ 4th ഡേ ആണ്. ഇന്ന് ഞാനൊരു മിന്റ് ടീ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, എനിക്കിവിടെ ഇഷ്ടംപോലെ മിന്റ് ഇങ്ങനെ തളർത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെയെങ്കിലും ചിലവാക്കണമല്ലോ, അതുകൊണ്ട് മിന്റ് കോഫി കുടിക്കാം. പിന്നെ ഡൈജഷനും നല്ലതാണല്ലോ, അതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് മിന്റ് കോഫി മോർണിംഗ് മിന്റ് കോഫി അല്ല, മിന്റ് ടീ. ഇതാണ് എൻ്റെ മോർണിംഗ് മിന്റ് ടീ. അങ്ങനെ നമ്മുടെ പുതിന ചായക്ക് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി ബനാന സ്പിനാഷ് സ്മൂത്തിയാണ്. അത് ഇന്ന് എനിക്കും എനി ബേബിക്കും അപ്പയ്ക്കുമൊക്കെ ഒരേ സ്മൂത്തിയാണ്. നമ്മൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ പലതും ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന എന്ത് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതാണ് ഞാൻ. കഷ്ടപ്പാട് കുറവുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ സ്മൂത്തിയിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യും? റാഗിയുണ്ട്, ബനാന ഉണ്ട്, സ്പിനച്ച് ഉണ്ട്, പിന്നെ 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 കുറച്ച് ഓട്ട് മിൽക്കും അമ്മ ആഡ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇത് ആഡ് ചെയ്തോട്ടെ അല്ലേ, എന്ത് സാധാരണ മിൽക്ക് ആഡ് ചെയ്തോട്ടെ. നിങ്ങളൊക്കെ സാധാരണ മിൽക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ മിൽക്കൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റാഗി ബനാന സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സ്പിനച്ച് ഉണ്ട്, റാഗി ബനാന സ്പിനച്ച് സ്മൂത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഡെലീഷ്യസ് ഒന്നുമല്ല, എന്നാൽ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്മൂത്തിയാണ്. ഇതാ ബെനി ബേബി ഇപ്പം അതിനകത്ത് കൊണ്ട് കൈയിടും. അയ്യോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബെനി ബേബിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഒത്തിരി പ്രീ പ്ലാൻഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് എന്ത് കുക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അങ്ങനെ നമ്മൾ കാര്യം ലോ ഗ്ലിസമിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധനങ്ങൾ വീട്ടിൽ അവൈലബിൾ ആണെങ്കിലും എന്ത് കുക്ക് ചെയ്യണമെന്ന് തിങ്ക് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ നേരത്തെ ആകെ ഒരു വെപ്രാളാണ്. അതിനിടയിൽ ഞാനിവിടെ ഒരു ചെറിയ ഫുഡ് ബിസിനസ് ചെയ്യുന്നതിൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടെ ഇൻ ബിറ്റ്വീൻ എനിക്കും കൂടെ വേണ്ടിയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ടൈംലി കുക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഇന്നൊരു ദാൽ പാലക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് ചീരയും പരിപ്പും കൂടെയുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് അത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സാധാരണ മഞ്ഞ കളറിലുള്ള പരിപ്പൊക്കെയാണ് എടുക്കാറ്. ഞാൻ ഒരു ലോ ഗ്ലിസമിക് ആയിട്ടുള്ള പരിപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസിൻ്റെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള പരിപ്പ് നമുക്കിവിടെ കിട്ടും. ആ പരിപ്പും സ്പിനച്ചുമാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പിനച്ച് ഫ്രോസൺ ആണ്. ഇവിടെ ഫ്രഷ് സ്പിനച്ച് കിട്ടും, പക്ഷെ ഞാനത് ചിലപ്പോൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫ്രോസൺ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കേടായി പോത്തുമില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എനിക്ക് ഗ്രീൻ ലീവ്സ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫ്രോസൺ ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ എന്താണ് ഉണ്ടാക്കിയെന്ന്. വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ഡിന്നറിൻ്റെ സമയത്ത് വേറൊരു ലോ ഗ്ലിസമിക് റെസിപ്പിയുമായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ദാൽ പാലക് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇത് മാത്രമാണ് ഇന്ന് ലഞ്ചായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ചോറൊന്നും കഴിക്കുന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലറി ഇൻക്രീസ് ആകും. അപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചു. നിങ്ങൾക്ക് പക്ഷെ അളവ് ബെനി ബേബി വന്ന് കൈയിടുന്ന കണ്ടോ. ഇവളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇതാണ് ഇവളുടെ കുഴപ്പം. ഇവളുള്ളപ്പോൾ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. ഇവള് നമ്മളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഡിയേ മതി മതി. ഇന്ന് ഞാൻ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സോയ മിൽക്ക് സ്ട്രോബെറി ഷേക്കാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ലോ കാലറീഡ് ആയിട്ടുള്ള ലോ ഗ്ലിസമിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നീട് ഒരു ദിവസം ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം. ഇന്ന് എനിക്കതിന് തീരെ സമയമില്ല.
അങ്ങനെ നമ്മുടെ 4-മത്തെ ദിവസവും അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും നമുക്കിങ്ങനെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് വേരി ചെയ്യാം. എനിക്ക് കിട്ടുന്ന പോലത്തെ റിസൾട്ട് ആവില്ല നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ആവില്ല വേറൊരാൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു 500 ഗ്രാം മാത്രമാണ് നമുക്ക് കുറയുക. ചിലർക്കത് 4 kg വരെ കുറയാം 1 മന്ത് കൊണ്ട്. പക്ഷേ 500 ഗ്രാമെങ്കിൽ 500 ഗ്രാം കുറയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രസ് തന്നെയാണ്. അപ്പം മുന്നോട്ട് തന്നെ പോവുക. വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് സോനു ബെൻ.